നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 19, 20 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 18 വൈകിട്ട് 4:40 PM മുതൽ ജനുവരി 21 വെളുപ്പിന് 1:35 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾ ഞാൻ മറുപടി പറയാം വാട്സാപ്പിലൂടെ. അപ്പോൾ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതൊഴിച്ചാൽ ഇവർക്ക് ഏതാണ്ട് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഇവ യോഗം ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് വളരെയധികം ഉന്നമനമുണ്ടാവും. തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കും. നേരത്തെ തൊഴിലുള്ളവർക്ക് തന്നെ ഉദ്യോഗ കയറ്റം കിട്ടുകയോ പുതിയ മെച്ചപ്പെട്ട ജോലി കിട്ടുകയോ അതുപോലെ ശമ്പള വർധനവ് ഉണ്ടാവുകയോ ചെയ്യും. അതുമാത്രമല്ല, മേലധികാരികളുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാവും. പിതൃസ്വത്ത് ലഭിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം അല്ലാതെ തന്നെ ഈ മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ലഭിക്കും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവരെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ, അതും കേൾക്കാൻ ശ്രമിക്കാം. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ പ്രതികൂലമല്ലാതാവുകയും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രനും വ്യാഴവും ശനിയേ ഉള്ളുവെങ്കിലും ബാക്കിയുള്ള 6 ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഗുണാധിക്യം പറയാം. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരമൊരുങ്ങും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക്
ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ഇവർക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശനി ഇവ പ്രതികൂലങ്ങളാണ്. എങ്കിലും ശുക്രൻ, ബുധൻ, സർപ്പം, ശിഖി ഇവ അനുകൂലവുമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ചെലവ് കൂടുതലായിരിക്കും. കലാ സാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഒക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അതിനുമൊക്കെ തടസ്സങ്ങളായിരിക്കും പൊതുവെ ഉള്ളത്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർദം, അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്, നല്ല ദിവസങ്ങളല്ല. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കർക്കിടക രാശിക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. പൊതുവെ ഗുണദോഷ സമ്മിശ്രമൊന്നും പറയാൻ പറ്റുന്നില്ല, അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തി മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം ഇവയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ഈ ദിവസങ്ങളിൽ ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും അഷ്ടമ ശനിയാണ്. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വ്രതം എടുത്ത് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പിതൃസ്വത്ത് കിട്ടിയവർക്ക് ആ ഭൂമിയിൽ നിന്ന് ധനവരവുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടമുണ്ടാവും. മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് ഒരു വിജയസാധ്യത കാണും. ദൈവാധീനം വളരെയധികമുള്ള സമയമാണ്. 11ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ചിങ്ങം രാശിക്ക് അത്യാവശ്യം ഇടിവെട്ട് സൗഭാഗ്യങ്ങളാണ്. 5 ഗ്രഹങ്ങളെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഈ മകരമാസം മുഴുവൻ തന്നെ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. ഇനി കന്നിരാശി, ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ബാക്കിയുള്ള 5
ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടാണെങ്കിലും കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും. എങ്കിലും പ്രതികൂല ദിവസങ്ങളല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാട് നടത്തുക. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് കാലത്തിന് ശേഷം ഇവർക്ക് ഒരു ഡയറക്റ്റ് പ്രതികൂലമായിട്ടുള്ള ഗ്രഹം വരികയാണ്. ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. പാലഭിഷേകം, ഭസ്മാഭിഷേകം ഇതിലേതെങ്കിലും ഒരെണ്ണം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യത, ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഇവർക്ക് വിജയസാധ്യത നിലനിൽക്കും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കുറേ കാലത്തിന് ശേഷം ഇവർക്ക് നല്ല ഇടിവെട്ട് സൗഭാഗ്യം ഒക്കെ വരുന്ന ദിവസങ്ങളാണ്. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, ദയവായി അത് കാണാൻ ശ്രമിക്കുക. ഇവർക്ക് 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ചൊവ്വ ഇവ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യമുണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. ചൊവ്വയും സൂര്യനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അതിനോടൊപ്പം ചന്ദ്രനും ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിതൃസ്വത്ത് ലഭിക്കാം, പൂർവിക സ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാവാം. നേരത്തെ പിതൃസ്വത്ത് കിട്ടിയവർക്ക് അതുവഴി നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും ശനി ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ക്ഷമിക്കണം, പ്രതികൂലമല്ല, 5-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലം തരുന്നത്. അപ്പോൾ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ ഭാഗ്യാനുഭവങ്ങൾ ഉറപ്പാക്കുക. ഓക്കെ. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ജന്മത്തിൽ നിന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള അവസ്ഥ അങ്ങ് മാറി. ഇപ്പോൾ ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്. ഓക്കെ. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ലഭിക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ദാമ്പത്യ ജീവിതം സുലഭമാകും. അതുപോലെ തന്നെ
ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ ഇവ ജന്മത്തിൽ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എങ്കിലും ശനിയും ശുക്രനും ചന്ദ്രനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരു വിജയസാധ്യത എല്ലാത്തിനും കാണുമെങ്കിലും എല്ലാത്തിനും പൊതുവെ ഒരു തടസ്സം ഒക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. എങ്കിലും ധനവരവ് ഉണ്ടാവുമെങ്കിലും പൊതുവെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ശ്രദ്ധിക്കുക. കാരണം 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അവർക്ക് 12ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങൾ വരുന്നു. ശുക്രൻ അനുകൂലമാണ്. എന്നാൽ തന്നെയും അവിടെ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ ഇവ പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുകയാണ്. വ്യാഴവും ശുക്രനും അനുകൂലമൊക്കെ തന്നെയാണ്. പക്ഷേ സംഭവം ഈ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഉയരങ്ങളിൽ കൂടി നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തീപ്പൊള്ളൽ, പിന്നെ യന്ത്രസാമഗ്രികളും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവർക്ക് ദൈവാധീനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവയൊക്കെ മറികടന്ന് പോവാം. എന്നാൽ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. കഴിവതും യാത്രകൾ ഒഴിവാക്കുക. പൊതുവെ ഇവർക്ക് വ്യാഴവും ശുക്രനും നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അത് മറികടക്കാൻ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് ഈ ദോഷാധിക്യം മറികടക്കാൻ ശ്രമിക്കുക. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ജന്മശനി തുടരുന്നു. 12ാം ഭാവത്തിൽ സർപ്പം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങി 5 ഗ്രഹങ്ങൾ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. പൊതുവെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം.
ഈ മാസം മുഴുവൻ, അതായത് മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലഭ്യത, തൊഴിൽ ലാഭം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവും, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. മീനം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ്. പൊതുവെ ഇവർക്ക് നല്ല കാലം സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഒഫീഷ്യലി. ഓക്കെ, ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 19, 20 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ 5:18 AM മുതൽ രാവിലെ 6:06 AM വരെയാണ് 19, 20 ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 19, 20 തീയതികളിൽ ഉച്ചയ്ക്ക് 12:14 PM മുതൽ ഉച്ചയ്ക്ക് 1 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 19, 20 തീയതികളിൽ. ഇനി രാഹുകാലം നോക്കാം. 19-ാം തീയതി രാവിലെ 8:20 AM മുതൽ രാവിലെ 9:46 AM വരെ രാഹുകാലമാണ് 19-ാം തീയതി. 20-ാം തീയതി വൈകിട്ട് 3:29 PM മുതൽ വൈകിട്ട് 4:55 PM വരെ രാഹുകാലമാണ് 20-ാം തീയതി. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 19-1-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 9, 2, 8, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 21-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 9, 0, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഭാഗ്യ നിറങ്ങൾ നോക്കാം. 19-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 20-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.